ഇന്നേ ചോയ്സ് കിൻഡർലാൻഡിന്റെ ലിറ്റിൽ ബേബീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാം നമ്മൾ. ഇറങ്ങിയപ്പോൾ ആള് നല്ല ഹാപ്പി മൂഡിലായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയി. അമ്മാളും എപ്പോഴും കുറച്ച് സമയം ഉറങ്ങാറുള്ളൂ. എന്തേലും സൗണ്ട് കേട്ടാൽ ചാടി എഴുന്നേക്കും. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എഴുന്നേക്കും എന്ന് വിചാരിച്ചു നമ്മൾ ചോയ്സ് കിൻഡർലാൻഡിൽ എത്തി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ബേബീസും പേരൻസും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ മൈക്കിന്റെ സൗണ്ടും ഒക്കെ കേട്ടിട്ടും ആളെവിടെ എഴുന്നേക്കുന്നു. ഇത് ആര്യന്റെ പ്രിൻസിപ്പൾ ആണ്. ലാസ്റ്റ് ഞാൻ ആളിനെ ആ മാറ്റിലൊന്ന് കിടത്തി നോക്കി. ഇങ്ങനെ തന്നെ കിടക്കുമ്പോൾ ചാടി എഴുന്നേക്കുന്നതാ. അതും ഇത്ര മ്യൂസിക് കേട്ടു, കവിളില് തൊട്ട് നോക്കി, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആര്യൻ ഗ്രേഡ് 2-ലാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. കുറെ ബേബീസ് ഉണ്ടായിരുന്നു. അമ്മളുടെ അടുത്തിരുന്ന് കുറെ നേരം കളിച്ചു. പതുക്കെ എങ്ങനെയോ സൗണ്ട് ഒക്കെ കേട്ട ആള് ചാടി എഴുന്നേറ്റു. പിന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് ആളവിടെ എൻജോയ് ചെയ്തു. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇങ്ങനെ ഇരുന്ന് കുട്ടികളുടെയൊക്കെ കൂടെ കളിക്കുകയും ഇത് ഇത്രയും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആക്ച്വലി ഞാൻ ഫസ്റ്റ് തിങ്ക് ചെയ്തായിരുന്നു അമ്മാളൂന് ഇപ്പോ 8 months അല്ലേ ആയുള്ളൂ, അമ്മാളും അവിടെ പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്. പക്ഷെ പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഞങ്ങൾ മിസ് ചെയ്തേനെ. അമ്മാളും ഇങ്ങനെ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വീട്ടിൽ കുറച്ച് ടോയ്സ് വെച്ച് കളിക്കുന്ന ഒരാള് ബാക്കി എല്ലാ ബേബീസും ചെയ്യുന്ന കണ്ടപ്പോ ഇവർക്കും അത് ചെയ്യാൻ തോന്നും. ബാക്കി കുട്ടികളൊക്കെ ഒരു സ്റ്റിക്കർ, ഒരു ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ ഒട്ടിക്കായിരുന്നു. അത് കണ്ട് പതുക്കെ ആൾക്കത് മനസ്സിലായി. പക്ഷെ ആള് ചെയ്യുന്നത് അത് ഒട്ടിക്കല്ല, അതിൽ നിന്ന് അവരൊട്ടിക്കുന്ന പേപ്പറൊക്കെ പറിച്ചെടുക്കുക എന്നതാണ് ആൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസിൽ കുട്ടികൾക്ക് സൗണ്ട്സ്, കളേഴ്സ്, അതുപോലെ ടച്ച് ചെയ്തിട്ട് ഓരോന്നും ഫീൽ ചെയ്യാനും ഒക്കെ പറ്റും. കുട്ടികൾ കറക്റ്റ് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നുണ്ടോ, അവരുടെ മൈൽ സ്റ്റോൺസ് കറക്റ്റ്ലി പോകാൻ വേണ്ടി നമുക്ക് അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം, ഏത് സ്റ്റേജിൽ പുതിയ ടോയ്സും പുതിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഞങ്ങൾ അവിടുന്ന് ലാസ്റ്റ് പോകുന്നത് കളിച്ച ക്ഷീണം കാരണം വന്നപ്പോൾ തന്നെ ആള് വീണ്ടും ഉറങ്ങി.